കഴിഞ്ഞ കുറച്ച് നാളുകളായി LDF സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് പല കോണുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിരവധി ആരോപണങ്ങൾ നിർത്താതെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് പോലും മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പല യോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരെ എതിരഭിപ്രായവും വിമർശനവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെ ഗുരുതരമായ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചുകൊണ്ട് LDF നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി LDF മുൻ സ്ഥാനാർത്ഥി കൂടിയായ വ്യക്തിയാണ് എത്തിയിരിക്കുന്നത്. തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയായിരുന്ന നിയാസ് പുളിക്കലകത്താണ് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കുടുംബത്തെ സംരക്ഷിക്കാൻ പ്രസ്ഥാനത്തെ ഒറ്റക്കൊടുക്കുന്നവരോട് കടക്ക് പുറത്തുനിന്ന് പറയാൻ ആർജവമുള്ള നേതാക്കൾ വേണമെന്ന് നിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയും വിടുവേലയും ചെയ്യുന്നവർ ഒറ്റുകൊടുക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തെ മാത്രമല്ല 3 കോടിയിലധികം വരുന്ന കൊച്ചു കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവുമാണെന്ന് മറക്കരുതെന്നും നിയാസ് ഓർമ്മിപ്പിക്കുന്നു. നിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരാളുടെ ചിത്രവും ചേർത്ത് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവർ MLA പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇടതുപക്ഷത്ത് മുറുമുറുപ്പുകൾ തുടരുകയാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ച് മലപ്പുറത്തെ CPI ജില്ലാ കൗൺസിൽ അംഗം കൂടിയായ നിയാസ് പുളിക്കലകത്ത് രംഗത്തെത്തിയത്. തിരൂരങ്ങാടിയിൽ 2 തവണ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് നിയാസ് പുളിക്കലകത്ത്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് നൽകിയിരിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരാളുടെ ചിത്രം ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം നൽകിയത് മുഖ്യമന്ത്രിയെ പരിഹസിക്കാനാണ് എന്നായിരുന്നു വിലയിരുത്തൽ. അതേസമയം ഫേസ്ബുക്ക് കുറിപ്പ് വിവാദമാവുകയുണ്ടായി. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതും ഇടത് നേതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വിഷയം വലിയ ചർച്ചയായതോടെ നിയാസ് പുളിക്കലകത്ത് പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. നിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. രാജാവ് നഗ്നനാണ് എന്ന തലക്കെട്ടാണ് നിയാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് നൽകിയിരിക്കുന്നത്. പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും തനിക്കും തന്റെ കുടുംബത്തിനും ഗ്രൂപ്പിനും നഷ്ടം സംഭവിക്കരുത്. അധികാരം കയ്യിലുള്ളപ്പോൾ ശിഷ്ടകാലം അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ടോ? തൻ്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ഭാസുരമാക്കാൻ തന്നെ വളർത്തി വലുതാക്കിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിയർപ്പിന്റെയും ചുടുചോരയുടെയും മണമുള്ള പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്നവർ ആരുതന്നെ ആയാലും അവരോട് കടക്കുപുറത്ത് എന്ന് പറയാനുള്ള ആർജവം നേതാക്കൾക്കില്ലെങ്കിൽ തീർച്ചയായും അണികൾക്കിടയിൽ നിന്ന് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയും വിടുവേലയും ചെയ്യുന്നവർ ഒറ്റുകൊടുക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തെ മാത്രമല്ല 3 കോടിയിലധികം വരുന്ന കൊച്ചു കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവുമാണെന്ന് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു നിയാസ് പുളിക്കലകത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും പോസ്റ്റ് നീക്കം ചെയ്തെങ്കിലും അതുണ്ടാക്കിയ വിവാദം ചെറുതൊന്നുമല്ല. ആ വിവാദങ്ങൾ അവസാനിക്കുന്നുമില്ല. നാളെ ഇത് ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ നിയാസിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.